പാലക്കാട് നല്ലേപ്പിള്ളി വാര്യത്തുകാട്ടിൽ വൻ തീപിടുത്തം. പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിനാണ് തീപിടിച്ചത്. ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാകാമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് നല്ലേപ്പിള്ളി വാര്യത്തുകാട് ഇവിടെ ഈ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായിട്ടുള്ളത്. ഇത് ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരം തിരിച്ച് മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇത് കരാർ പ്രകാരം കരാർ ഏജൻസി കരാർ എടുക്കുന്നതാണ്. ഇന്ന് രാവിലെ ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. എന്തായാലും 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. പുലർച്ചെ തന്നെ ഈ ചിറ്റൂർ, അതോടൊപ്പം തന്നെ കൊല്ലങ്കോട്, കൊഴിഞ്ഞാമ്പാറ മേഖലകളിൽ നിന്നെല്ലാം ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുകയാണ്. അതോടൊപ്പം ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇത് മനഃപൂർവ്വം തീയിട്ടതാണ് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. സമീപത്തൊന്നും തന്നെ ഇത് ഗോഡൌണിൽ നിന്നല്ല ഈ തീപിടുത്തത്തിൻ്റെ തുടക്കം എന്നുള്ളത് കൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെയുള്ള കാരണങ്ങളിൽ ഒന്നും അല്ല എന്നത് തന്നെ അത് വളരെ വ്യക്തമാണ്. പക്ഷേ തീയിൻ്റെ കാരണം എന്ന് പറയുന്നത് മനഃപൂർവ്വം ഇട്ടതാണോ എന്ന് തന്നെ സംശയിക്കുന്നു. ഇവിടെ ഒരു തർക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സ്വകാര്യ ഏജൻസി ചെയ്യുന്നതാണ്. അവർക്ക് ഇവിടെ നിന്ന് മാറണമെന്ന് മാറാൻ വേണ്ടി അവർ നിന്നതായിരുന്നു. ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഇവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയുണ്ടായ മാറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു. സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പം രാവിലെ പുലർച്ചെ മുതൽ തന്നെ ഇത്രയും ശക്തമായ തീ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പ്ലാസ്റ്റിക് ആണ്. അതിൻ്റെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ രൂക്ഷമായ ഗന്ധം സമീപ പ്രദേശങ്ങളിൽ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. എന്തായാലും തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അന്വേഷിക്കുകയാണ്. അത് മനഃപൂർവ്വമുള്ള തീയിട്ടതാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്.